തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന നോട്ടീസിന് തൃശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മറുപടി നൽകി. വിവാദമായ ക്ഷേമ പെൻഷൻ പ്രസംഗത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തു. പാലക്കാട് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ പ്രചാരണ റാലിയിൽ വടിവാൾ കണ്ട സംഭവത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ താൻ വോട്ട് തേടുന്നുവെന്നായിരുന്നു തൃശൂരിൽ നടന്ന കൺവെൻഷനിൽ അവിടുത്തെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞത്. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നും കാട്ടി ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകി. ഇതിന് നൽകിയ വിശദീകരണത്തിലാണ് താൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. ശബരിമല എന്നത് സ്ഥലപ്പേര് മാത്രമാണ്. ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ താൻ വോട്ട് തേടിയിട്ടില്ലെന്നും സുരേഷ് ഗോപി ജില്ലാ കളക്ടർ നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. വിശദീകരണം പരിശോധിച്ച ജില്ലാ കളക്ടർ ടി വി അനുപമ തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന കടകംപള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. ദേവസ്വം മന്ത്രി പ്രസ്താവനകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കമ്മീഷൻ താക്കീത് ചെയ്തു. അതിനിടെ പാലക്കാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്ത ബൈക്ക് യാത്രികളിൽ നിന്ന് വടിവാൾ വീണ സംഭവത്തിലും കമ്മീഷൻ ഇടപെടലുണ്ടായി. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിന് ഇത്തരം നടപടികൾ വിഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്ക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DGP അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.